ഒരു ക്ഷേത്രം വികസിക്കുന്നത് അവിടുത്തെ ദേവീ ദേവന്മാർക്ക് ചൈതന്യം ഉണ്ടാകണമെങ്കിൽ ഭംഗിയായ പൂജകൾ കഴിക്കും. ആ ഭംഗിയായ പൂജ കഴിച്ചതിന് ശേഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് രസങ്ങളെ ആവാഹിച്ച് ദേവൻ കഴിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാൽപ്പായസം എന്നുള്ളതായിരിക്കാം. അപ്പൊ ഏറ്റവും നന്നായി എത്ര ഭംഗിയായി ഒരു പാൽപ്പായസം ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഭംഗിയായിട്ട് ദേവന്റെ നേരിക്കാനുള്ള പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരി കഴുകി വേവിക്കുക. ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് അരി കഴുകി ഇതുപോലെ നേരിച്ച ശേഷം നന്ന ഭംഗിയാക്കി ഇളക്കണം. ഇളക്കി സെറ്റ് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റൊരു പാത്രം ഇതേപോലെ അടുപ്പിലേക്ക് വെച്ച് കത്തിക്കുക. ശേഷം ഈ ഉരുളി നന്നാക്കി ചൂടാക്കുക. ചൂടായതിനു ശേഷം ഒരു ശകലം നെയ്യെടുത്ത് അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായാൽ അത് എല്ലാ ഭാഗത്തും എത്തിക്കണം. ഉരുളിയിലെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് എത്തിക്കണം. പഞ്ചസാര എടുത്ത് ഇതുമാതിരി ഇങ്ങനെ ഇടുക. കണ്ടോ, പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ആക്കി മാറ്റുകയാണ്. പഞ്ചസാര ഇതുപോലെ നന്നായി ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പഞ്ചസാര ഉരുളും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇതുപോലെ നെയ്യ് ഉരുകി ചൂടായി പഞ്ചസാര ലായനിയായി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഇളക്കുക. അങ്ങനെ ഇതിനകത്ത് പൊഹഞ്ഞു ഇതുപോലെ പുക വരുന്നതുവരെ കാത്തിരിക്കുക. വരുന്നതിന് ശേഷം ഇതിൻ്റെ നിറം ഇങ്ങനെ മാറണുണ്ടോ? ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഒന്ന് ക്ഷമയോടുകൂടി കറിയുമ്പോൾ ഇതുണ്ടോ ഇവിടേക്ക് നോക്കി കുമ്പളകൾ വരുന്നത് കണ്ടോ? അപ്പോൾ ഗ്യാസ് ചെറുതായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം നന്നായിട്ട് നടക്കുക. നന്നായിട്ട് കുറച്ച് ഇറക്കി വരുമ്പോൾ ഇതിന് നിറം വീണ്ടും മാറാൻ തുടങ്ങും. അപ്പോൾ അത് നന്നായിട്ട് കാണാൻ പറ്റില്ല. എല്ലായിടത്തും എത്തിച്ചതിന് ശേഷം ഇത് നല്ല പ്രശ്നം ആവശ്യത്തിന് പഞ്ചസാര ഒഴിക്കുക. പശുമ്പാൽ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പാലുകൾ ഒഴിച്ച് നിർത്തുക. ഇതേപോലെ ഒരു ഗ്ലാസ്സിനകത്ത് 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചാൽ ഉഷാറാവും. ഗ്യാസ് തിരിച്ചും ചൂടാക്കി പായസത്തിൻ്റെ പായസത്തിൽ നോക്കൂ എത്രമാത്രം നിറം മാറിയിരിക്കുന്നു.
ഈ പാല് തിളയ്ക്കുന്നവരെ കാത്തിരിക്കണം. പാല് നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്രമാത്രമുണ്ടോ അത്രയും കണക്കാക്കി നെയ്യ് വാങ്ങുക. ഒന്ന് നന്നായി ഇളക്കി കഴിഞ്ഞാൽ പായസത്തിനുള്ള പാലുമായി ചൂടായി നല്ല ഭംഗിയുള്ള പായസം ആവാനുള്ള പാകം. നോക്കൂ, പാൽപ്പായസം തിളച്ചു തുടങ്ങിയിരിക്കുന്നു. കണ്ടോ, പാൽപ്പായസം നന്നായിട്ട് തിളക്കുന്നത്. ഒരു തവിയെടുത്ത് ആ പാൽപ്പായസത്തിലേക്ക് നന്നായിട്ട് ഇതിൽ കിടന്ന് അരി നന്നായിട്ട് വേകണം. വെന്ത് ഉടയുക എന്ന് പറയും. ഇങ്ങനെ ഉടഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണിച്ചാൽ അതുപോലെ പാൽപ്പായസത്തിൽ കിടന്ന് അരി വെന്ത് ഉടയണം. ഇത് പാൽപ്പായസം നന്നായിട്ട് ഉടഞ്ഞ് വറ്റി വെട്ടിയായിട്ടിരിക്കുക കേട്ടോ. പാൽപ്പായസത്തിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇടും മധുരത്തിനായിട്ട്. പഞ്ചസാര എടുത്ത് പഞ്ചസാര ഇങ്ങനെ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നന്നായിട്ട് നടക്കും. ഇത് നല്ല പാകമായിട്ടെന്ന് പറയാനായിട്ട് പാൽപ്പായസത്തിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പാടയായിട്ട് വന്നിട്ടില്ല. അപ്പം ഇത് ആയിട്ടില്ല. അപ്പം നമ്മൾ പാൽപ്പായസം നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വെക്കുന്നുണ്ടോ. ഇതാണ് ദേവന വേദിക്കുന്നത് പാൽപ്പായസം. പാൽപ്പായസം വേദിക്കാനായിട്ട്